ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തമിഴിൽ കണ്ട പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നാമത് എല്ലാവരും നമ്മൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നത് ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ, നമുക്ക് ജോലി ചെയ്യാതെ കിട്ടുന്ന ഒരു ഇൻകം. എന്നാൽ യൂട്യൂബിൽ ശരിക്കും അങ്ങനെയാണോ? അല്ല. നമ്മൾ യൂട്യൂബിൽ എപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യണം, 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ജോലി ചെയ്യാതെ നമുക്കത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും ജോലി ചെയ്താൽ മാത്രമേ അച്ചീവ് ചെയ്യത്തുള്ളൂ. ഈ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും നല്ലവണ്ണം നമ്മൾ യൂട്യൂബിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല, വൈ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പെണ്ണ്, എ വുമൺ ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊഫഷണലി ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ ഇതുപോലെ 21ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞു 22ാമത്തെ വയസ്സിൽ ഫസ്റ്റ് കുട്ടി ഉണ്ടായി. അപ്പോൾ എനിക്ക് 2 പേരാണ് കേട്ടോ, 2 മക്കൾ, 2 ബോയ്സ്. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ ആ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, കല്യാണം കഴിഞ്ഞത് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു സാധനം എനിക്കുണ്ടായി എന്നല്ല, ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു സമയത്ത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഉറക്കമില്ലാത്ത രാത്രികളല്ലേ, അതൊന്നാമത്തെ കാര്യം. 2, പുറം ലോകം കാണുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, ജോലിയൊക്കെ നിർത്തിയായിരുന്നു കേട്ടോ. ജോലിയല്ല, അന്ന് ഞാൻ പറഞ്ഞു ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറിയായിരുന്നു, ജോലി നിർത്തി. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതുപോലെ ഡബ് സ്മാഷ് വീഡിയോ ഒക്കെ ചെയ്യാൻ വലിയ താല്പര്യം. അപ്പം ടിക്ടോക്കിൻ്റെ സമയത്ത് ഞാൻ ഡബ് സ്മാഷ് വീഡിയോ ചെയ്ത് തുടങ്ങി തന്നെ നല്ല ശകുനമായതുകൊണ്ട് ടിക്ടോക്ക് പെട്ടെന്ന് നിർത്തലാക്കി. അപ്പം ഞാനിതുപോലെ അപ്പോഴും യൂട്യൂബിനെ ആശ്രയിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ജോലിയില്ല. 2, ഇതുപോലെ ആ സമയത്ത് ആ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊരു വേഴ്സ് കണ്ടീഷനിലാണ് കടന്നു പോകുന്നത്. ഒന്ന് കൊച്ചുങ്ങളെ നോക്കി ഉറക്കമില്ലാത്ത രാത്രിയിൽ, പിന്നെ പിള്ളേരെ കൊച്ചിനെ നോക്കിയിട്ട് പകൽ നമുക്കൊന്നിനും സമയമില്ല. നമുക്കറിയാം, കുഞ്ഞ് ഉറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ഒരു പ്രാഥമിക കർമ്മങ്ങൾ പോലും നമ്മൾ ചെയ്യണ ആ സമയത്തായിരിക്കും. അപ്പോൾ നമുക്കോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ സമയത്ത് അപ്പം നമുക്ക് ശരിക്കും ആ സമയത്തൊരു പൈസയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ഹസ്ബൻഡിനും ജോലിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായില്ല. പക്ഷെ വീഡിയോസ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു താല്പര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. എന്നിട്ടും യൂട്യൂബ് ഞാനങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. ചുമ്മാ ആൾക്കാരുടെ വീഡിയോസ് കാണും, സ്ക്രോൾ ചെയ്ത് പോകും എന്നുള്ള അല്ലാതെ ആരുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ കുറേ നാൾ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഏകദേശം അത് കഴിഞ്ഞ് മൂത്ത ആൾക്കൊരു 8 മാസമായപ്പോൾ വീണ്ടും എനിക്ക് ജോലിക്ക് കയറേണ്ടി വന്നു. ട്രെയിനിങ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അന്ന് നമുക്ക് ശമ്പളമൊന്നുമില്ല, പക്ഷെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. 1 വർഷം 1 ഇയർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റീജോയിൻ ചെയ്തു. അപ്പോൾ പിന്നും ജോലിക്ക് കയറി. അപ്പം വീണ്ടും അപ്പോഴെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ എല്ലാവരും ഏൺ ചെയ്യുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. യൂട്യൂബ് ചാനലിൽ നിന്ന് ഏണിങ്സ് കിട്ടുമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പിള്ളേർ നോക്കുന്ന ആ സമയത്ത് ഫോൺ നോക്കാൻ ശരിക്കും സമയമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുപോലെ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ എനിക്ക് ജോലി ഇല്ലാതായി.
അപ്പോൾ ഇങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ, നമുക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ഡിപ്പെൻഡൊക്കെ ചെയ്തു, ഹസ്ബൻഡ് തരികയൊക്കെ ചെയ്തു. അപ്പം പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ജോലി വേണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി. അപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ഒത്തിരി നാളെടുത്തു കേട്ടോ, കുറച്ച് സമയം എടുത്തു കിട്ടി വരാൻ. അപ്പോൾ പിന്നെ ഇതുപോലെ ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബിൽ ഏർണിങ്സ് കിട്ടുന്നു. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് സബ് കൂടുന്നുണ്ട്. പക്ഷേ എന്ത് കണ്ടൻറ്റ് ചെയ്യണമെന്ന്, അപ്പം അതിൻ്റെ ആ പഴയ ചാനൽ കിടപ്പുണ്ടെങ്കിൽ കാണാം. ഈ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായ എരിക്ക് മരത്തിൽ അപ്പൂപ്പൻ താടി വറക്കണ ഞാൻ ഇടുന്ന വീഡിയോസ്. ഈ വ്യൂസ് കൂടുന്നുണ്ട്, എനിക്കിഷ്ടമായി. വ്യൂസ് കൂടുന്നുണ്ട്, ഒരു സബ് വരുന്നുണ്ട്. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്തു. കുറേ ദിവസമൊക്കെ ചെയ്തപ്പോൾ അങ്ങ് മടുത്തു. വീഡിയോസ് ചെയ്തു, എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, മടുത്തു. അവിടെ കൺസിസ്റ്റൻസി വർക്കായില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ചാനലിൽ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റൻസിയെ കുറിച്ച് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചാനലിൽ എൻ്റെ കൺസിസ്റ്റൻസി വർക്കായില്ല. അപ്പോൾ പൈസയ്ക്ക് നല്ല ടൈറ്റായി മീൻസ് നമുക്ക് ആ ഒരു പ്രായമല്ലേ ഉള്ളൂ. നമുക്കൊരു ഇങ്ങനെ വേറെ പെൺപിള്ളേർ, കാരണം ഡെലിവറി കഴിഞ്ഞാൽ നമ്മളൊരു കോലാവും. അപ്പോൾ വേറെ പെൺപിള്ളേർ അവരുടെ ഭംഗിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു അസൂയയാണ് അല്ലേ. അപ്പോൾ ആ അസൂയ കാരണം അങ്ങനെ അത് മേടിക്കണം ഇത് മേടിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം എങ്ങനെ എപ്പോഴും നമ്മൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് കണ്ടു. അത് നടന്നില്ല കേട്ടോ. ഇവിടെ ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞു എൻ്റെ അഫർമേഷൻ്റെ കാര്യം. ഞാനപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ അപ്പം തൊട്ട് എപ്പം എനിക്കെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, അതിന് ശേഷം ഞാൻ യൂട്യൂബ് എനിക്ക് പരിചയമായി കേട്ടോ. അതിനുശേഷം മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു ജോലിക്ക് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ശരിക്കും അത് നടന്നു. അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളുണ്ടെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ജോലിയായി, അവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് ജോലിയായി. അപ്പോൾ ആ ജോലി ആയപ്പോഴും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ 2 യൂട്യൂബ് ചാനൽ ഞാൻ ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഇതുപോലെ എൻ്റെ ഫോൺ പൊട്ടിപ്പോയിട്ട് ആ ഇമെയിൽ ഐ ഡി റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം വീണ്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തു. അതും എനിക്കിതുപോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ വാശിക്ക് തുടങ്ങി ഈ ഒരു ചാനൽ. അപ്പോൾ എന്ന് വെച്ചാൽ പൈസയുടെ ആവശ്യമുണ്ട്. എന്നാൽ വേറൊരു ആക്റ്റീവ് ഇൻകം ഉണ്ട്, എനിക്ക് ജോലിയായി, ആക്റ്റീവ് ഇൻകം ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരിക്കലും നമ്മളെ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ജോലി, ഇപ്പം യൂട്യൂബ് ആണെങ്കിലും അതിന് ഇഷ്ടപ്പെടരുത്. ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കവിടെ സക്സസ്ഫുള്ളാവും. അപ്പോൾ ഞാൻ പറഞ്ഞു 3ാമത് തുടങ്ങിയ ചാനലാണിത്. അപ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ വീഡിയോസ് ചെയ്താൻ തുടങ്ങി. ഇതുവരെ മോണിയായിട്ടില്ല, മോണിറ്റൈസ് ആയില്ല. 4 മാസം കൊണ്ട് 500 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ, വലിയ കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പറയല്ലേ, വലിയ കാര്യമാണ്. അത് എത്ര പേരോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ എന്ന് പൈസ വേണം, നമുക്ക് എന്തായാലും പൈസ വേണം. അപ്പോൾ ഒരു ആക്റ്റീവ് ഇൻകം മാത്രം പോരാ, നമുക്ക് ശരിക്കും ജീവിതത്തിലൊരു ബേസിക്ക് വേണം. അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു ആക്റ്റീവ് ഇൻകം കിട്ടിയാൽ നമ്മൾ മാസം ആദ്യം നമ്മുടെ കയ്യിൽ കാശുണ്ടാവും, മാസം അവസാനം അപ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത് എപ്പോഴേലും ഒന്ന് ക്ലിക്കായിക്കോട്ടെ അല്ലേ, നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോൾ വേണോ ഒന്ന് ക്ലിക്കായിക്കോട്ടെ. പക്ഷേ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. പിന്നീടാണ് ഞാൻ വേറെ വീഡിയോസൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജോലിയെ സ്നേഹിച്ചാൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു ബെനഫിറ്റ് കിട്ടും. ഞാനിപ്പോൾ പറയേണ്ട ലാബ് ടെക്നീഷ്യൻ ജോലി തന്നെ നമുക്ക് മെഡിക്കൽ കോളേജല്ലേ, നല്ല തിരക്കുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ആർക്കും ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങി, ഞാൻ ഇഷ്ടപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ വെറുത്തു മീൻസ് അങ്ങനെയല്ല, ഞാൻ മടുത്തുപോയി.
വീഡിയോസ് ഇട്ട് ഞാൻ മടുത്തുപോയി. അപ്പം ഇപ്പം ഞാൻ മടുക്കാതെ തന്നെ എന്നേലും ക്ലിക്കാവട്ടെ എന്നും പറഞ്ഞ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് എൻ്റെ ആദീസ് ലിറ്റിൽ വേൾഡ്. യൂട്യൂബിനെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും ഞാനെടുത്ത വീഡിയോസിനെയും എല്ലാം ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ജോലിയാണെങ്കിലും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഞാൻ ഈ 500 സബും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതാ ഒരു കാര്യം കേട്ടോ. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു പണം മാത്രം ലക്ഷ്യമിടരുത്. നമ്മൾ ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ആരെയും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഡെയിലി റൊട്ടീൻ നടക്കുന്ന കാര്യങ്ങളും എന്നെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരു ഇൻഫ്ലുവൻസർ അല്ല, ബട്ട് ഐ ലൈക്ക് ടു ക്രിയേറ്റ് വീഡിയോസ്, ഐ ലൈക്ക് ടു മേക്ക് കണ്ടൻറ്റ്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ട് ഈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എന്ന് പറയാം, ജോലി ഇല്ലാതിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരാണ്. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ടച്ച് ഫോണുണ്ട്, ഒരു ആൻഡ്രോയിഡ് ഫോണുണ്ട്. ആ ഫോൺ യൂസ് ചെയ്തൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ക്ലിക്കാവും. അത് നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ ഒരിക്കലും പാസീവ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ജോലി ചെയ്യാതെ ഒരിക്കലും യൂട്യൂബിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവും. ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും യൂട്യൂബിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. 1-2 ദിവസം കൊണ്ടല്ല ആരും മോണിറ്റൈസ് ആവുന്നത്. പിന്നെ ഓരോരുത്തർ പെട്ടെന്ന് 1-2 മാസം കൊണ്ട് മോണിറ്റൈസ് ആവുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് അവർ കൊടുത്തിട്ടാണ്, അത്രയും കണ്ടൻറ്റ് അവർ മേക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയെങ്കിലും ഒരു ഇൻഫർമേഷൻ ജെന്യുവനായിട്ട് എനിക്ക് നിങ്ങളിൽ എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യം പറഞ്ഞത്. എല്ലാവരും ചെയ്യണം. ചിലപ്പോൾ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഫേസ് കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുക, ഗാർഡനിങ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലേ മേക്കിംഗ്, ആർട്സ്, ക്രാഫ്റ്റ്സ്, ഇതിനൊന്നും ഫേസ് കാണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി അങ്ങനെയല്ല, അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ കാണും. എസ്തെറ്റിക് ആയിട്ടുള്ളതാകുമ്പോഴത്തേക്ക് നമ്മുടെ ടീനേജേഴ്സൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ അതിലുപരി എനിക്ക് ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല വ്യൂവേഴ്സും സബും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.